87-89 കിലോ ഉണ്ടായിരുന്ന ഞാൻ വെയിറ്റ് കുറച്ച് ഇപ്പം 67-66 കിലോ, അതായത് ഏകദേശം 20-22 കിലോ കുറച്ചത് എങ്ങനെയാണ് എന്നുള്ള കാര്യം ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് അതിൻ്റെ ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. ഇത് ആവശ്യമുള്ള ആളുകൾക്ക് മാത്രം കണ്ടാൽ മതി, അല്ല തിന്നാലും തിന്നില്ലെങ്കിലും മരിക്കും, ആരോഗ്യമൊന്നും സംരക്ഷിക്കേണ്ട എന്നൊക്കെ നെഗറ്റീവ് ചിന്താഗതിയുള്ള ആൾക്കാർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണാതിരിക്കുക. ഞാൻ ഈ വെയിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ഡയറ്റോ അല്ലെങ്കിൽ കോഫി കുടിയോ വെള്ളം കുടിയോ മരുന്ന് കഴിപ്പോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ട്രെയിനിങ്ങോ അങ്ങനെയുള്ള ജിമ്മിൽ പോകുമോ അങ്ങനെ ഒന്നും ചെയ്യാതെയാണ് ഞാൻ എൻ്റെ ജീവിത ശൈലിയിൽ ഇത്രയും വെയിറ്റ് കുറച്ചത്. എനിക്കൊക്കെ കുടവയർ ഇത്ര ഉണ്ടായിരുന്നു. കൂടാതെ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഭയങ്കര എയറും കാര്യങ്ങളൊക്കെ ആയിട്ട് വായു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഈ വെയിറ്റ് കുറച്ചതോടുകൂടെ നല്ലൊരു ജീവിത രീതിയിലും നല്ലൊരു ആരോഗ്യ ശരീരമൊക്കെ ഉണ്ടാവാനായിട്ട് കാരണമായി. അതിൻ്റെ ടിപ്സുകളാണ് പറയുന്നത്. ഒന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത്, നിലനിർത്തുന്ന നിത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഉറച്ച തീരുമാനം എടുക്കുക. ശരീരം നിയന്ത്രിക്കണം, ആരോഗ്യം സംരക്ഷിക്കണം എന്നുള്ള ഒരു തീരുമാനം. പല ആൾക്കാരും ഒരു തീരുമാനം എടുത്തിട്ട് അത് കുറച്ച് നാൾ നിലനിർത്തി കൊണ്ടുപോകും, അത് കഴിയുമ്പോൾ പിന്നെ അതങ്ങ് പോകും. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് പറയേണ്ടിയുള്ളത്, ഞാനിത് ഒരു മാസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ ഇത്രയും കിലോ കുറച്ചതല്ല, ഒരു 3-4 മാസം എടുത്തിട്ടാണ് ഇത്രയും കിലോ കണ്ടിന്യൂ ആയിട്ട് കുറച്ചൊരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോയത് കൊണ്ട് കുറയ്ക്കാനായിട്ട് പറ്റിയത്. രണ്ടാമത്തേത്, നമ്മുടെ ഭക്ഷണത്തിൽ ചെറിയ നിയന്ത്രണം കൊണ്ടുവരിക. ചെറിയ നിയന്ത്രണം മാത്രം മതി. അത് ഷുഗർ ആണ് പ്രധാനമായിട്ട് നമ്മൾ കുറയ്ക്കേണ്ടത്. ഷുഗർ കുറയ്ക്കാമെന്ന് വിചാരിച്ചാൽ പല മലയാളികളും വിചാരിക്കുന്നത് ചായയിലിടുന്ന പഞ്ചാര കുറച്ച ഈ കാര്യം നടക്കൂല. മറിച്ച് പഞ്ചാര ആയിട്ട് ബന്ധപ്പെട്ടുള്ള അരിയാഹാരങ്ങൾ, മൈദ ഇതൊക്കെ കുറയ്ക്കുക. കൂടാതെ എണ്ണക്കടികൾ പരമാവധി കുറയ്ക്കുക. അതോടൊപ്പം തന്നെ ചുവന്ന ഇറച്ചി കഴിക്കുന്നത് പരമാവധി കുറയ്ക്കുക. പച്ചക്കറികൾ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ കഴിക്കുക. പിന്നെ എന്തൊക്കെയാണ് ആവശ്യമുള്ളത്, എന്തൊക്കെയാണ് അനാവശ്യങ്ങൾ, എന്തൊക്കെയാണ് അത്യാവശ്യങ്ങൾ എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവുമല്ലോ. അതിനനുസരിച്ച് നമ്മുടെ ഭക്ഷണം ഒന്ന് നിയന്ത്രിച്ചാൽ മാത്രം മതി. മൂന്നാമത്തേത്, വ്യായാമം ചെയ്യുക. ദിവസം ഒരു അരമണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യുക. ഞാൻ പ്രധാനമായിട്ടും ചെയ്തത് നടത്തലാണ്. കൂടാതെ കുറച്ച് ഓടുകയും ചെയ്യും, അല്ലാതെ കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യും. അത് ആര് കൂടെ ഉണ്ടെങ്കിലും ആര് കൂടെ ഇല്ലെങ്കിലും എൻ്റെ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി ഞാൻ 12-13 മണിക്കൂറോളം ഡ്യൂട്ടി ഉണ്ടായിട്ട് അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ വ്യായാമം കാര്യങ്ങളൊക്കെ ആരൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാനത് ചെയ്ത് ഈ ഒരു ലെവലിലാക്കിയത്. അപ്പം താല്പര്യമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇതെടുക്കാം, സ്വീകരിക്കാം, നിങ്ങൾക്ക് ചെയ്യാം. നമ്മൾ ഇനി പല ആൾക്കാരും പറയുന്നത് പോലെ ജിമ്മിൽ പോകുന്ന ആൾക്കാർ മരിക്കുന്നില്ലേ, നല്ല ആരോഗ്യമുള്ള കുടവയറില്ലാത്ത ആൾക്കാർ മരിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചാൽ അതിനൊന്നും ഉത്തരം തരാനായിട്ട് എൻ്റെ കയ്യിലില്ല. നിങ്ങൾക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ശരീരമൊക്കെ നിയന്ത്രിക്കണം, നിങ്ങളുടെ അസുഖങ്ങളൊക്കെ നിയന്ത്രിക്കണം. കുറച്ചും കൂടെ കഴിയുമ്പോൾ ഒരുപാട് അസുഖങ്ങൾ വന്ന് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് എങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിയന്ത്രിക്കാം.